ഇനി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, മലബാർ മേഖലയിൽ എങ്ങനെയാണ് ഇപ്പോൾ മഴയുടെ ഗതി? മാത്രവുമല്ല, തീരദേശത്ത് താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ അവിടെ നടക്കുന്നുണ്ടോ? ഈ മലബാറിലെ എല്ലാ ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ട് തന്നെയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നൊരു പ്രവചനമാണ് നൽകിയിട്ടുള്ളത്. 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ഈ ജില്ലകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊരു പ്രവചനമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തീരദേശ മേഖലയിലുള്ളവർക്കൊക്കെ അതിതീവ്ര ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് രാത്രി 8:30 വരെയൊക്കെ 2.8 മീറ്റർ മുതൽ 3.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ മത്സ്യബന്ധന തൊഴിലാളികളോട് കടലിൽ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 18-ാം തീയതി വരെ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചക്രവാത ചുഴിയൊക്കെ രൂപപ്പെട്ട സാഹചര്യത്തിൽ മഴ കൂടുതലാവാനുള്ള ഒരു സാധ്യതയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഈ മേഖലയിലൊക്കെ ശക്തമായ കാറ്റായിരുന്നു അതിരാവിലെ ഉണ്ടായിരുന്നത്. മഴയ്ക്കുപരിയായിട്ട് വലിയ രീതിയിലുള്ള കാറ്റുണ്ടായിരുന്നു. ചിലപ്പോൾ അത് 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാനുള്ള സാധ്യതയുണ്ടെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ആദ്യഘട്ടത്തിൽ മഴ പെയ്തതുപോലെ ഉണ്ടായിരുന്ന നാശനഷ്ടങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയോട് കൂടിയിട്ട് ആരംഭിച്ച മഴ ഇടവിട്ട് പെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. വളരെ പെട്ടെന്ന് മഴ പെയ്ത് പെട്ടെന്ന് തന്നെ പോകുന്നൊരു സാഹചര്യമാണുള്ളത്. തുടർച്ചയായി കൂടുതൽ സമയം നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. പക്ഷേ കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് എല്ലാ ജില്ലകളിലും നൽകിയിട്ടുള്ളത്. 5 ജില്ലകളിലും റെഡ് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലോര മേഖല, തീരദേശ മേഖല കൂടുതലായിട്ടുള്ള ജില്ലകളാണ് ഈ കാസർഗോഡായാലും കണ്ണൂർ, കോഴിക്കോട് ജില്ലകളൊക്കെ. അതിനാൽ തന്നെ മത്സ്യബന്ധന തൊഴിലാളികൾക്കാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. കടലിൽ ഇറങ്ങരുത് എന്നൊരു കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കാറ്റ് ശക്തമായ രീതിയിൽ തന്നെ 60 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് നൽകുന്നു. അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന ഒരു കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. 5 ജില്ലകളിലും റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. നിലവിൽ എവിടെയും നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ മഴ വന്ന സമയത്ത്, അതായത് ഈ കാലവർഷത്തിൽ ആദ്യഘട്ടത്തിൽ മഴ വന്ന സമയത്തുണ്ടായിരുന്ന സംവിധാനങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോഴാരും അവിടെ കഴിയുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിക്കാമെന്ന ഒരു നിലപാടിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ദേവിക.